ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യം പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ കയ്യിലൊരു ട്രോഫി ഇരിക്കാനുണ്ടാവും. ഇത് എനിക്ക് ഇന്ന് കിട്ടിയ ഒരു അവാർഡാണ്. അതായത് ബഹുമാനപ്പെട്ട ജോസഫ് ഏലിയാസ് ഐനിക്കൽ കണ്ണത്ത് CMI അച്ഛൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകർ കൊടുക്കുന്ന ഒരു അവാർഡാണ്. അപ്പം ഇത് തരാൻ വേണ്ടി എന്നെ വിളിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് ചിരിയൊക്കെ വന്നു. എന്നാലും ഞാൻ പോയി. കാരണം ഇത് എനിക്കുള്ള അവാർഡല്ല എന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ എന്താണോ അങ്ങനെ എന്നെ ആക്കി മാറ്റിയത് അനേകം പേരുടെ കരങ്ങളാണ്, ജീവിത രീതികളാണ്. അപ്പോൾ അവർക്കുള്ള സമ്മാനമാണിത്. സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് പേരെന്നെ സഹായിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഈ അവാർഡ് ഞാൻ സമർപ്പിക്കുകയാണ് അവരുടെ മുമ്പിൽ. എൻ്റെ ദൈവവിളി കിട്ടാൻ എനിക്ക് കാരണമായി മാറിയ ഒരു അച്ഛനുണ്ട്. ജോയി തറയ്ക്കൽ എന്നാണ് അച്ഛൻ്റെ പേര്. ഇരിങ്ങാലക്കുട രൂപതയിലെ അച്ഛനാണ്. ഇപ്പോൾ സിൽച്ചാർ മിഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പെങ്ങളുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന സമയമായിരുന്നു, മൂത്ത പെങ്ങളുടെ. അപ്പോൾ രണ്ടാനമ്മയാണ് എനിക്കുള്ളത്. എൻ്റെ സ്വന്തം അമ്മച്ചി മരിച്ചുപോയി. അപ്പോൾ ഈ അമ്മയ്ക്ക് കിട്ടിയ സ്വർണ്ണമൊക്കെ ഉപയോഗിച്ചിട്ട് പെങ്ങളെ കെട്ടിച്ചു വിടാം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തത്. അന്ന് 10,000 രൂപയും 10 പവൻ സ്വർണ്ണമാണ് മൂത്ത പെങ്ങൾക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ മനസ്സമ്മതത്തിന് നമ്മൾ 10,000 രൂപ കൊടുക്കണം, കല്യാണത്തിന് സ്വർണം കൊടുക്കണം. അപ്പോൾ മനസ്സമ്മതത്തിൻ്റെ തലേ ദിവസം എൻ്റെ അപ്പച്ചൻ അമ്മച്ചിയുടെ സ്വർണ്ണങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. വിറ്റ് കാശ് കൈ കിട്ടിയപ്പോൾ ആൾക്ക് ഇത്തിരി മദ്യപിക്കണമെന്ന് തോന്നി, കുറച്ചുകൂടി മദ്യപിക്കണമെന്ന് തോന്നി, പിന്നെ റോട്ടിൽ കിടക്കണമെന്ന് തോന്നി. എല്ലാ പൈസയും ആരോ എടുത്തോണ്ട് പോയി. ഒറ്റ കാശ് പോലും ഇല്ലാത്തൊരവസ്ഥ വന്നു. അപ്പോൾ എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ചെറുക്കൻ്റെ വീട്ടിൽ പോയിട്ട് പറയും ഈ കല്യാണം നടക്കില്ല എന്ന്, കാരണം നമ്മുടെ കൊടുക്കാൻ കാശില്ലല്ലോ. അങ്ങനെ ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ പള്ളിയിൽ, ഇരിങ്ങാലക്കുട കത്തീഡ്രൽ പള്ളിയാണ്, അവിടെ സക്കാരിക്ക് മുമ്പിൽ ഇങ്ങനെ ആൾക്കാർ മുട്ടുകുത്തുന്നിടത്ത് ഏറ്റവും അടുത്ത് ഈ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് മുട്ടുകുത്തി കൈവരിച്ചുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരെ വീട്ടിൽ നിന്ന് തല്ല് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എന്തായാലും വളരെ വിഷമത്തോടെ പ്രാർത്ഥിച്ചു, കണ്ണീരൊക്കെ വന്നു. ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ് ചെറുക്കൻ്റെ വീട്ടിൽ പോകാൻ. അപ്പം എൻ്റെ തോളിൽ ഇങ്ങനെ ഒരാൾ പിടിച്ചു. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കൊച്ചച്ഛൻ, ഈ ജോയി തറയ്ക്കൽ എന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞു, നീ എന്താണ് വിഷമിക്കണേ, നീ എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ അച്ഛനോട് പറഞ്ഞു, നീ ഇപ്പോൾ വേറെ ഒരിടത്തും പോകണ്ട, വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ അച്ഛൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ കയ്യിൽ അച്ഛൻ അന്ന് 10,000 രൂപ തന്നു. പിറ്റേ ദിവസം ഈ ചെറുക്കൻ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള, മനസ്സമ്മതത്തിന് കൊടുക്കാനുള്ള പൈസയാണ് അച്ഛൻ എൻ്റെ കയ്യിൽ വെച്ച് തന്നത്. അന്ന് എൻ്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീരാണ് യഥാർത്ഥത്തിൽ എൻ്റെ ദൈവവിളി. അന്ന് ഞാൻ ചിന്തിച്ചു, ഈ അച്ഛനെ പോലെ ഒരുപാട് പേർക്ക് ആശ്രയമാകാൻ, അത്താണിയാകാൻ എൻ്റെ സ്വാർത്ഥപരമായിട്ടുള്ള കുടുംബജീവിതപരമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ ഒന്ന് വേണ്ടെന്ന് വെച്ചാൽ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. പ്രിയപ്പെട്ടവരെ, അന്ന് ആ അച്ഛൻ കൊളുത്തി തന്ന ദീപമാണ് ഇന്നും ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ജീവിതത്തിൻ്റെ വെളിച്ചം. പ്രിയമുള്ളവരെ, ഞാനൊരു സാമൂഹിക പ്രവർത്തകനായി എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നത്, എന്നെ എവിടെ നിയോഗിക്കുന്നുവോ ആ ഇടവകയിലെ കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ഞാൻ പരിശ്രമിക്കാറുണ്ട്. എന്നെ സഹായിക്കുന്നത് എൻ്റെ ഈ 19 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ പരിചയപ്പെട്ട വലിയ വലിയ വ്യക്തിത്വങ്ങളാണ്. അവർ ദശാംശമൊക്കെ തന്ന് സഹായിക്കുന്നതുകൊണ്ടാണ് എനിക്ക് വീടുകൾ വെച്ച് കൊടുക്കാൻ പറ്റുന്നതും രോഗികളെ സഹായിക്കാൻ പറ്റുന്നതുമെല്ലാം. അപ്പോൾ അവർക്കൊക്കെ ഞാൻ നന്ദി പറയാണ്. എന്നെ പുരോഹിതനാക്കി മാറ്റാൻ എനിക്ക് മുമ്പേ വഴിവിളക്കായി തീർന്ന ജോയിച്ചനെ ഏറ്റവും നന്ദിപൂർവ്വം ഞാൻ അനുസ്മരിക്കുന്നു. ഇനിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. മരിക്കുന്നത് വരെ പറ്റാവുന്ന ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ജീവിതം നയിക്കുവാനും എങ്ങനെയെങ്കിലുമൊക്കെ സ്വർഗരാജ്യത്തിലൊന്ന് കയറിപ്പറ്റാനും എനിക്ക് കൃപ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ആമീൻ.